അനിൽ ബോസ്, ഇന്ത്യ മുന്നണി എന്ന സങ്കല്പം തന്നെ കഴിഞ്ഞോ? വെറും 2 സീറ്റായിരുന്നു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിന് ഓഫർ ചെയ്തിരുന്നത്. അതിനോട് കോൺഗ്രസ് അനുകൂലമല്ല പ്രതികരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി എല്ലാ സീറ്റിലും ഞങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പഞ്ചാബിൽ 13 സീറ്റിലും മത്സരിക്കുമെന്ന് AAP വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് BJP-യേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നുറപ്പുള്ള സംസ്ഥാനങ്ങളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താണ്? പക്ഷേ ഇതൊരു മുന്നണി സംവിധാനം പുതിയതായി തുടങ്ങുന്നതല്ലേ. ഇന്നലെ വരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ വാശിയോടുകൂടി 2 അഭിപ്രായത്തിൽ നിന്ന് മത്സരിച്ച പാർട്ടികൾ യോജിക്കുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന പരസ്പര ഡിമാൻഡുകളുടെ ഭാഗമാണ് ഇത്തരം തർക്കങ്ങൾ. ഏത് കക്ഷിയിലും സംഭവിക്കുന്നതാണ്. ഇപ്പം തന്നെ ഞാൻ ചോദിക്കാം, കേരളത്തിൽ നമ്മൾ എത്രയോ കാലമായി മുന്നണി സംവിധാനമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്യും, അവർ സീറ്റുകൾ ഡിമാൻഡ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വാർത്തകളാവും. അപ്പോൾ അതിനപ്പുറം ഒരു ഗൗരവം ഞാനതിൽ കാണുന്നില്ല. പിന്നെ പശ്ചിമ ബംഗാളിൽ മമത വ്യക്തമായ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും 2ആയി നിന്ന് പ്രത്യേകിച്ച് CPM-നെതിരായി വലിയ പടയോട്ടം നടത്തി വന്നവരാണ്. കോൺഗ്രസ് വിട്ടുപോയ നേതാവാണ്. അപ്പം അവർക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഡിമാൻഡുകൾ കർക്കശ സ്വഭാവത്തോടുകൂടി അവർ പറയും. ഏതൊരു പാർട്ടിയും അങ്ങനെയല്ലേ. അത് നമ്മളിപ്പോ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ കക്ഷിയോട് ചെറിയ കക്ഷികൾ വിലപേശുന്ന നിലയിൽ കണ്ടാൽ മതിയോ? കാരണം 2 സീറ്റുകൾ ബഹ്റാംപൂരും മാൾഡ ദക്ഷിണും കോൺഗ്രസിന് തരാം എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫർ. ഈ 2 സീറ്റും കോൺഗ്രസ് ജയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് 30% വോട്ട് ഷെയർ ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. അതിൽ യഥാർത്ഥത്തിൽ അങ്ങനെ കോൺഗ്രസിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദാര്യം വേണ്ട. ഈ മാൾഡ എന്ന് പറയുന്നത് CPM അവിടെ അടക്കി ഭരിച്ചിരുന്ന കാലത്തും കോൺഗ്രസ് ജയിക്കുന്ന മേഖലയാണല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ കോൺഗ്രസിനെ ട്രീറ്റ് ചെയ്യുക വഴി മമതാ ബാനർജി കൃത്യമായും അവരുടെ രാഷ്ട്രീയം നടപ്പാക്കുകയല്ലേ ചെയ്യുന്നത്. അവർ ഈ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവട്ടെ എന്ന് പറയുന്നതിൽ പോലും കൃത്യമായി നിതീഷ് കുമാറിനെ പിണക്കുക എന്ന അജണ്ട കാണുന്നവരുണ്ട്. അപ്പോൾ ഇത് കേവലമായി എന്താ പറയുക, ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് ഇതിനകത്തുള്ള താല്പര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ അനിൽ ബോസ്? അല്ല, രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളും അവരെല്ലാവരും തന്നെ നിൽക്കുന്നത് അവരവരുടെ മുന്നോട്ട് പോക്കിനല്ലേ. വ്യത്യസ്തമായ പാർട്ടികളും വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുമാകുമ്പോൾ അത് ഓരോ ആളുകളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കളം നോക്കി കളിക്കും. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കൂട്ടായ്മ ഉയർന്നു വരുന്നു. മമതയുടെ തുടക്കത്തിലെ സമീപനം എന്തായിരുന്നു? കോൺഗ്രസുമായി വേദി പങ്കിടാനില്ല, രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കില്ല, കോൺഗ്രസുമായിട്ട് ഒരു രീതിയിലും കോംപ്രമൈസ് ടോക്കിന് പോലും തയ്യാറല്ല എന്ന് പറഞ്ഞ മമത പിന്നീട് അവരുടെ പാർട്ടി പ്രതിനിധി അയക്കുന്നു. പിന്നീട് അവർ തന്നെ നേരിട്ട് പങ്കാളിയാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിലെ ഓരോ മിനിറ്റിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാക്കളും എടുക്കുന്ന നിലപാടുകൾ അത് ആ ദിവസത്തെ പ്രാധാന്യമായി മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇത് ഒരു ചർച്ചയാണ്, സംവാദമാണ്, ഡിബേറ്റാണ്. അപ്പോൾ ഡിബേറ്റിൽ വ്യത്യസ്തമായ കക്ഷികൾ വ്യത്യസ്തമായ ഡിമാൻഡുകൾ വയ്ക്കുമെന്നേ. പുതിയതായി രൂപപ്പെട്ടു വരുന്ന ഇന്ത്യ സഖ്യം, അതിൻ്റെ അകത്ത് മുന്നണിക്ക് നേതൃത്വം ആരാകണം, അതിൻ്റെ അകത്ത് പ്രധാനമന്ത്രി ആരാകണം, അതുകൊണ്ട് എൻ്റെ പാർട്ടിക്കായാലും എന്താ കുഴപ്പം എന്നൊരു പാർട്ടിയോ പാർട്ടി നേതാവോ ചിന്തിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. തെറ്റ് പറയാൻ എങ്ങനെ കഴിയും? ഇപ്പോൾ തന്നെ മമത ചോദിക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ കേരളത്തിൽ CPM കോൺഗ്രസ് മത്സരമല്ലേ, ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലേ ഈ 30-35 വർഷം ഈ ബംഗാൾ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയത്. അപ്പോൾ അങ്ങനൊരു പാർട്ടിയുമായി സീറ്റ് ധാരണയിൽ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിട്ടാക്കാൻ കഴിയുമോ അഭിലാഷേ? അതുപോലെ തന്നെ അധിനഞ്ജൻ ചൗധരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് പരമാവധി സീറ്റ് വേണമെന്നല്ലാതെ അവർ തരുന്ന ഔദാര്യം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? അത് ഞാൻ പറഞ്ഞ ഒരു മുന്നണിയാകുമ്പോൾ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും, പരസ്പരം